ബാബ വിളിച്ചിട്ട് ഊരിന്ന് രണ്ടണ്ണന്മാർ വന്നിട്ടുണ്ട്, ഒന്ന് ചുറ്റി കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. നേരെ പോയത് തിൽബണ്ടേശ്വർ മഹാദേവ് ക്ഷേത്രത്തിലേക്കാണ്. എവിടെ ചെന്നാലും ശങ്കരനെ കാണുമ്പോൾ ഒരു അഭിമാനമാണ്. ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം. ദർശനം ചെയ്ത് നേരെ ഇറങ്ങി. നേരെ അടുത്ത് മണിമന്ദിർ. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. രാമനും ഫാമിലിയും, അർദ്ധനാരീശ്വരനും, ഹനുമാൻജിയും, ശിവകുടുംബവും, മീനാരായണനും, രാധാകൃഷ്ണനും, ദുർഗാദേവിയും, സൂര്യദേവനും ഫുൾ ടീം തന്നെ ഉണ്ട്. അവിടുന്ന് നേരെ നമ്മുടെ കാശി വിശ്വനാഥന്റെ സിസ്റ്റർ അടുത്തേക്ക് പോയത്. പേരും കഥയെല്ലാം നമുക്ക് പിന്നെ പറയാം. അമ്മയ്ക്ക് മുന്നിൽ നേരെ ബജരംഗ് ബലി ഫുൾ പവറിൽ ഇരിക്കുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ എല്ലാ അമ്പലത്തിലും ഒരു 2 മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിരിക്കും. അങ്ങനെ സിസ്റ്ററേയും കണ്ട് അടുത്ത് നേരെ ദുർഗാകുണ്ടിലെ ദുർഗാക്ഷേത്രം. ഇവിടെ ഉത്സവമാണ്, ഉത്സവം തന്നെ. ദർശനമൊക്കെ ഷഡ്ഡപടേന്ന് കഴിഞ്ഞ് പ്രസാദവും വാങ്ങി നേരെ ഇനി പോകേണ്ടത് സത്യനാരായണൻ തുളസി മാനസ് മന്ദിർ. കവിയും ആചാര്യനായിരുന്ന തുളസീദാസുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്ഷേത്രമാണ്. നമുക്ക് പിന്നെ പറയാം. അവിടെ നിന്ന് പിന്നെ നേരെ സങ്കടമോചനയ്ക്ക് പോയി. സങ്കടമോചനിലാണെന്നുണ്ടെങ്കിൽ ഫോൺ അലൗഡ് അല്ലല്ലോ, അതുകൊണ്ട് നോ വിഷ്വൽസ്. പിന്നെ ഒന്നും നോക്കില്ല, ഭക്ഷണം ആവാനായി. ഒരു കുടത്തിലൊരു ബിരിയാണി ആയിട്ട് പറഞ്ഞ് ശരിക്കും എന്നിട്ട് പിടിപ്പിച്ചു. ജയ് ശ്രീറാം, ജയ് ശ്രീകൃഷ്ണ, ഹർ ഹർ മഹാദേവ്.